സ്വാഗതം ഫ്രണ്ട്സ്. 2020 മെയ് മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുനി ഗോസ്വാമി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി, ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കൊൽക്കത്തയിൽ വെച്ച് ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട ചുനി ഗോസ്വാമി ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റനായിരുന്നു ചുനി ഗോസ്വാമി. ഒരേ സമയം ഫുട്ബോളറുമായിരുന്നു അദ്ദേഹം, ക്രിക്കറ്ററുമായിരുന്നു. ചുനി ഗോസ്വാമി ഫുട്ബോളറുമായിരുന്നു, ക്രിക്കറ്ററുമായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജപ്പാൻ സർക്കാരിൻ്റെ ഓർഡർ ഓഫ് റൈസിംഗ് സൺ അവാർഡ് 2020 നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ എ, തങ്ജം ധബാലി സിംഗ് ആണ്. ജപ്പാൻ സർക്കാരിൻ്റെ ഓർഡർ ഓഫ് റൈസിംഗ് സൺ അവാർഡ് 2020 നേടിയ ഇന്ത്യക്കാരനാണ് തങ്ജം ധബാലി സിംഗ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിൽ നിക്കൈ ഏഷ്യ പുരസ്കാരം 2020 ലഭിച്ച മദ്രാസ് IIT പ്രൊഫസർ ആരാണ്? ഓപ്ഷൻ എ, പ്രൊഫസർ ടി പ്രദീപ് ആണ്. സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിൽ നിക്കൈ ഏഷ്യ പുരസ്കാരം 2020 ലഭിച്ച മദ്രാസ് IIT പ്രൊഫസറാണ് പ്രൊഫസർ ടി പ്രദീപ്. ഡി അയണൈസിംഗ് ടെക്നോളജിയിലൂടെ ലോകത്തിലാദ്യമായി വളരെ ചെലവ് കുറഞ്ഞ ജലശുദ്ധീകരണ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചതുകൊണ്ടാണ് പ്രൊഫസർ ടി പ്രദീപിന് ഈ വർഷത്തെ നിക്കൈ ഏഷ്യ പുരസ്കാരം ലഭിച്ചത്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫെഡ് കപ്പ് ഹാർട്ട് അവാർഡ് 2020 നേടിയ ഇന്ത്യൻ ആരാണ്? ഓപ്ഷൻ ബി, സാനിയ മിർസയ്ക്കാണ്. ഫെഡ് കപ്പ് ഹാർട്ട് അവാർഡ് 2020 ലഭിച്ചത് സാനിയ മിർസയ്ക്ക്. ഫെഡ് കപ്പ് ഹാർട്ട് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യനാണ് സാനിയ മിർസ. അതുപോലെ ഫെഡ് കപ്പ് ഹാർട്ട് അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യ ഇന്ത്യനും ആര് തന്നെയാണ്? സാനിയ മിർസ തന്നെയാണ്. ഫെഡ് കപ്പ് ഹാർട്ട് അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യ ഇന്ത്യനും സാനിയ മിർസ തന്നെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൈമവത ഭൂവിൽ, ആത്മാവിലേക്കൊരു തീർത്ഥയാത്ര, ആമസോണും കുറേ വ്യാകുലതകളും തുടങ്ങിയ കൃതികൾ രചിച്ചതാരാണ്? ഓപ്ഷൻ ബി, MP വീരേന്ദ്രകുമാറാണ്. ഹൈമവത ഭൂവിൽ, ആത്മാവിലേക്കൊരു തീർത്ഥയാത്ര, ആമസോണും കുറേ വ്യാകുലതകളും തുടങ്ങിയ കൃതികൾ രചിച്ചത് MP വീരേന്ദ്രകുമാർ. MP വീരേന്ദ്രകുമാർ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടിരുന്നു, നമുക്കറിയാം. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭൗമസൂചിക പദവി ലഭിച്ച സുഗന്ധമുള്ള ബ്ലാക്ക് റൈസ്, കറുത്ത അരി അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ചഖാവോ, ഏത് സംസ്ഥാനത്ത് കൃഷി ചെയ്യുന്നു? ഓപ്ഷൻ ബി, മണിപ്പൂരിലാണ്. ഭൗമസൂചിക പദവി ഈ അടുത്ത കാലത്ത് ലഭിച്ച സുഗന്ധമുള്ള ബ്ലാക്ക് റൈസ്, കറുത്ത അരി അല്ലെങ്കിൽ മറ്റൊരു പേര് ചഖാവോ കൃഷി ചെയ്യുന്നത് മണിപ്പൂരിൽ. മണിപ്പൂരിലെ കറുത്ത അരി ചഖാവോ, ഗോരഖ്പൂർ ടെറാക്കോട്ട, കോവിൽപ്പട്ടി കടലമിഠായി, കാശ്മീരി കുങ്കുമപ്പൂവ് എന്നിവയ്ക്ക് ഈ അടുത്ത കാലത്ത് ഭൗമസൂചിക പദവി GI ടാഗ് ലഭിച്ചിരുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പ്രവർത്തകയുമായിരുന്ന ഹേമ ഭരാലി ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി, ആസാമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 102 വയസ്സിൽ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പ്രവർത്തകയുമായിരുന്ന ഹേമ ഭരാലി ഏത് സംസ്ഥാനക്കാരിയാണ്? ആസാംകാരി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ശിവാജി ഇൻ സൗത്ത് ബ്ലോക്ക്, ദി അൺറിട്ടൺ ഹിസ്റ്ററി ഓഫ് എ പ്രൗഡ് പീപ്പിൾ എന്ന പുസ്തകം എഴുതിയതാരാണ്? ഓപ്ഷൻ ഡി, ഗിരീഷ് കൂബറാണ്. ശിവാജി ഇൻ സൗത്ത് ബ്ലോക്ക്, ദി അൺറിട്ടൺ ഹിസ്റ്ററി ഓഫ് എ പ്രൗഡ് പീപ്പിൾ എന്ന പുസ്തകം എഴുതിയത് ഗിരീഷ് കൂബർ. നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യൻ. യുനെസ്കോയുടെ ഗില്ലർമോ കാനോ പുരസ്കാരം സമ്മാനിക്കുന്നത് ഏത് മേഖലയിലാണ്? ഓപ്ഷൻ എ, പത്രസ്വാതന്ത്ര്യം എന്ന മേഖലയിലാണ് യുനെസ്കോയുടെ ഗില്ലർമോ കാനോ പുരസ്കാരം സമ്മാനിക്കുന്നത്. പത്രസ്വാതന്ത്ര്യം എന്ന മേഖലയിൽ. പത്രസ്വാതന്ത്ര്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ആദരിക്കാനുള്ള യുനെസ്കോയുടെ പുരസ്കാരമാണ് ഗില്ലർമോ കാനോ പുരസ്കാരം. ഗില്ലർമോ കാനോ പുരസ്കാരം സമ്മാനിക്കുന്നത് ഏത് ദിവസമാണ്? ലോക പത്രസ്വാതന്ത്ര്യ ദിനത്തിലാണ്. അതായത് മെയ് 3-നാണ് ഗില്ലർമോ കാനോ പുരസ്കാരം സമ്മാനിക്കുന്നത്. ലോക പത്ര സ്വാതന്ത്ര്യ ദിനത്തിൽ. ഏതാണ് ആ ദിവസം? മെയ് 3 ലോക പത്ര സ്വാതന്ത്ര്യ ദിനം. യുനെസ്കോയുടെ ഗില്ലർമോ കാനോ പുരസ്കാരം ഇത്തവണ നേടിയത് ആരാണ്? കൊളംബിയൻ പത്രപ്രവർത്തക ജിനത്ത് ബെദോയ ലിമയ്ക്കാണ്
യുനെസ്കോയുടെ ഇത്തവണത്തെ ഗില്ലർമോ കാനോ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ജിനത്ത് ബെദോയ ലിമയ്ക്ക്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലോക ചിരി ദിനം എന്നാണ്? മെയ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ലോക ചിരി ദിനം. മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയാണ്. അപ്പോൾ അതനുസരിച്ച് 2020 ലോക ചിരി ദിനം എന്നാണ്? മെയ് 3-നാണ് 2020 ലോക ചിരി ദിനം. മെയ് 3. ആദ്യ ലോക ചിരി ദിനം ആചരിച്ചത് ഏതു വർഷമാണ്? 1998 മുംബൈയിലാണ് ലോകത്തിലെ ആദ്യ ലോക ചിരി ദിനം ആചരിച്ചത്. 1998 മുംബൈയിൽ. ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്? ഓപ്ഷൻ എ മെയ് 31-നാണ് ലോക പുകയില വിരുദ്ധ ദിനം. മെയ് 31. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2020 മെയ്യിൽ അമേരിക്കൻ അക്കാഡമി ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ അന്താരാഷ്ട്ര ഓണററി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിത ആരാണ്? ഓപ്ഷൻ സി പ്രൊഫസർ ശോഭന നരസിംഹനാണ് 2020 മെയ്യിൽ അമേരിക്കൻ അക്കാഡമി ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ അന്താരാഷ്ട്ര ഓണററി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിതയാണ് പ്രൊഫസർ ശോഭന നരസിംഹൻ. ക്വസ്റ്റ്യൻ നമ്പർ 13. ഡൽഹി ദാറ്റ് നോ വൺ നോസ്, ഡൽഹി അൺനോൺ ടെയിൽസ് ഓഫ് എ സിറ്റി, ഈ പുസ്തകങ്ങൾ ആരുടേതാണ്? ഓപ്ഷൻ ബി ആർ വി സ്മിത്തിൻ്റെ പുസ്തകങ്ങളാണ് ഡൽഹി ദാറ്റ് നോ വൺ നോസ്, ഡൽഹി അൺനോൺ ടെയിൽസ് ഓഫ് എ സിറ്റി എന്നീ പുസ്തകങ്ങൾ ആർ വി സ്മിത്തിൻ്റെ പുസ്തകങ്ങളാണ്. ഡൽഹിയിലെ പ്രമുഖ ചരിത്രകാരനും സാഹിത്യകാരനും മാധ്യമ പ്രവർത്തകനുമായിരുന്ന റൊണാൾഡ് വിവിയൻ സ്മിത്ത് ഈ അടുത്ത കാലത്ത് അന്തരിച്ചിരുന്നു. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ERMB എന്ന ഡിജിറ്റൽ കറൻസി ഏത് രാജ്യത്തിൻ്റേതാണ്? ഓപ്ഷൻ എ ചൈനയുടേതാണ്. ERMB എന്ന ഡിജിറ്റൽ കറൻസി ചൈനയുടെ ഡിജിറ്റൽ കറൻസിയാണ്. ചൈനയുടെ ഒഫീഷ്യൽ കറൻസി റെൻമിൻബിയുടെ ഡിജിറ്റൽ ഫോമാണ് ERMB. RMB എന്നുള്ള റെൻമിൻബി എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ്. ചൈനയിലെ ഡിജിറ്റൽ കറൻസി കഴിഞ്ഞ മാസത്തിൽ പരീക്ഷിച്ചിരുന്നു, വാർത്തയായിരുന്നു. ചൈനയുടെ സെൻട്രൽ ബാങ്ക് ഏതാണ്? പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈനയാണ്. ചൈനയുടെ സെൻട്രൽ ബാങ്കാണ് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന. 15ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാ പൗരന്മാർക്കും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി മഹാരാഷ്ട്രയാണ്. എല്ലാ പൗരന്മാർക്കും സൗജന്യമായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാത്മാ ജ്യോതിബ ഫുലെ ജൻ ആരോഗ്യ യോജനയാണ് മഹാരാഷ്ട്രയുടെ സൗജന്യവും പണരഹിതവുമായ ആരോഗ്യ ഇൻഷുറൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇൻ്റർനാഷണൽ ഫയർ ഫൈറ്റേഴ്സ് ദിനം എന്നാണ്? ഓപ്ഷൻ സി മെയ് 4 ഇൻ്റർനാഷണൽ ഫയർ ഫൈറ്റേഴ്സ് ദിനമാണ്. മെയ് 4. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നഗരവാസികൾക്ക് 120 ജോലി ദിനങ്ങൾ ഉറപ്പു നൽകുന്ന മുഖ്യമന്ത്രി ഷഹാരി റോസ്ഗർ ഗ്യാരണ്ടി യോജന നടപ്പാക്കുന്നത് ഏത് സംസ്ഥാനമാണ്? ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശാണ്. നഗരവാസികൾക്ക് 120 ജോലി ദിനങ്ങൾ ഉറപ്പു നൽകുന്ന മുഖ്യമന്ത്രി ഷഹാരി റോസ്ഗർ ഗ്യാരണ്ടി യോജന നടപ്പാക്കുന്നത് ഹിമാചൽ പ്രദേശ്. ആരാണ് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി? ജയറാം താക്കൂർ ആണ്. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയാണ് ജയറാം താക്കൂർ. 18ാമത്തെ ക്വസ്റ്റ്യൻ. അന്തർദേശീയ നഴ്സസ് ഡേ എന്നാണ്? ഓപ്ഷൻ ബി മെയ് 12 അന്തർദേശീയ നഴ്സസ് ഡേ ആണ്. മെയ് 12. ആധുനിക നഴ്സിംഗിന് അടിത്തറപ്പാക്കിയ ആരാണിത്? ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ്. ആധുനിക നഴ്സിംഗിന് അടിത്തറപ്പാക്കിയത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ 200ാമത് ജന്മവാർഷികമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 200ാമത് ജന്മവാർഷികമാണ് 2020 മെയ് 12 ആഘോഷിച്ചത്. അന്തർദേശീയ മിഡ്വൈഫ്സ് ഡേ എന്നാണ്? മെയ് 5 അന്തർദേശീയ മിഡ്വൈഫ്സ് ഡേ. മെയ് 5 അന്തർദേശീയ നഴ്സസ് ഡേ മെയ് 12 ക്വസ്റ്റ്യൻ നമ്പർ 19. കൊറോണ വ്യാപനകാലത്ത് കുടുങ്ങിപ്പോയ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ ഓപ്പറേഷൻ സമുദ്ര സേതു എന്നതാണ്. കൊറോണ വ്യാപനകാലത്ത് കുടുങ്ങിപ്പോയ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ സമുദ്ര സേതു. നാവികസേനാ മേധാവി ആരാണ്? അഡ്മിറൽ കരംബീർ സിംഗ് ആണ് നാവികസേനാ മേധാവി. അഡ്മിറൽ കരംബീർ സിംഗ്. വിദേശ രാജ്യങ്ങളിൽ കൊറോണ ഭീതി മൂലം കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്ന ഭാരത സർക്കാരിൻ്റെ ദൗത്യത്തിൻ്റെ പേരെന്താണ്? വന്ദേ ഭാരതം എന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ കൊറോണ മൂലം കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്ന
ഭാരത സർക്കാരിൻ്റെ ദൗത്യമാണ് വന്ദേ ഭാരതം. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൊറോണ കാലത്ത് ഇന്ത്യ ഗവൺമെൻറ് ലോഞ്ച് ചെയ്ത ഗരുഡ് പോർട്ടലിലെ ഡി എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ സി ഡ്രോൺ എന്നതാണ് കൊറോണ കാലത്ത് ഇന്ത്യ ഗവൺമെൻറ് ലോഞ്ച് ചെയ്ത ഗരുഡ് പോർട്ടലിലെ ഡി സൂചിപ്പിക്കുന്നത് ഡ്രോൺ. അപ്പോൾ ഗരുഡിൻ്റെ ഫുൾ ഫോം എന്താണ്? ഗവൺമെൻറ് ഓതറൈസേഷൻ ഫോർ റിലീഫ് യൂസിങ് ഡ്രോൺസ് എന്നതാണ് ഗരുഡിൻ്റെ ഫുൾ ഫോമാണ്. ഗവൺമെൻറ് ഓതറൈസേഷൻ ഫോർ റിലീഫ് യൂസിങ് ഡ്രോൺസ്. അപ്പോൾ COVID-19 പ്രതിരോധത്തിന് സജ്ജമാക്കുന്ന ഡ്രോണിൻ്റെ അംഗീകാരം വേഗത്തിലാക്കുന്നതിനായിട്ട് ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ ആരംഭിച്ച പോർട്ടലാണ് ഗരുഡ്. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോവിഡ് മൂലം കുടുങ്ങിപ്പോയ അന്യസംസ്ഥാനക്കാരെ നാട്ടിലെത്തിക്കാനുള്ള പശ്ചിമ ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ മൊബൈൽ ആപ്പിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ബി എക്സിറ്റ് ആപ്പ് എന്നതാണ് കോവിഡ് മൂലം കുടുങ്ങിപ്പോയ അന്യസംസ്ഥാനക്കാരെ നാട്ടിലെത്തിക്കാനുള്ള പശ്ചിമ ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ മൊബൈൽ ആപ്പാണ് എക്സിറ്റ് ആപ്പ്. 22ാമത്തെ ക്വസ്റ്റ്യൻ. മുസ്തഫ അൽ കാത്തിമി ഏത് രാജ്യത്തെ പുതിയ പ്രധാനമന്ത്രിയാണ്? ഓപ്ഷൻ സി ഇറാഖിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് മുസ്തഫ അൽ കാത്തിമി. ഇറാഖിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ്റർനാഷണൽ നോ ഡയറ്റ് ഡേ എന്നാണ്? ഓപ്ഷൻ എ മെയ് 6-നാണ് ഇൻ്റർനാഷണൽ നോ ഡയറ്റ് ഡേ, മെയ് 6-ന്. 24ാമത്തെ ക്വസ്റ്റ്യൻ. UNEPയുടെ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം UNEPയുടെ ഇന്ത്യയിലെ ഗുഡ്വിൽ അംബാസഡർ ആരാണ്? ഓപ്ഷൻ ഡി ദിയ മിർസയാണ്. UNEPയുടെ ഇന്ത്യയിലെ ഗുഡ്വിൽ അംബാസഡറാണ് ദിയ മിർസ. UNEPയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? നൈറോബി, കെനിയയിലെ നൈറോബിയാണ് UNEPയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, നൈറോബി. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഇറാൻ്റെ പുതിയ കറൻസിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ ടൊമാൻ എന്നതാണ് ഇറാൻ്റെ പുതിയ കറൻസിയുടെ പേരാണ് ടൊമാൻ. ഇറാനിയൻ പ്രസിഡന്റ് ആരാണ്? ഹസൻ റുഹാനിയാണ്. ഇറാനിയൻ പ്രസിഡന്റാണ് ഹസൻ റുഹാനി. ഇറാൻ്റെ ക്യാപിറ്റൽ ടെഹ്റാനാണ്. ഇറാൻ്റെ തലസ്ഥാനമാണ് ടെഹ്റാൻ. 26ാമത്തെ ക്വസ്റ്റ്യൻ. നിക്ഷേപം ആകർഷിക്കാനായിട്ട് 3 വർഷത്തേക്ക് തൊഴിൽ നിയമങ്ങൾ താൽക്കാലികമായി റദ്ദ് ചെയ്ത സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ഉത്തർപ്രദേശ് സംസ്ഥാനമാണ്. നിക്ഷേപം ആകർഷിക്കാനായി 3 വർഷത്തേക്ക് തൊഴിൽ നിയമങ്ങൾ താൽക്കാലികമായി റദ്ദ് ചെയ്ത സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 27ാമത്തെ ക്വസ്റ്റ്യൻ. തമിഴ്നാട് ഗവൺമെൻറ് ജീവനക്കാരുടെ റിട്ടയർമെൻറ്റ് പ്രായം ഇപ്പോൾ എത്രയാണ്? ഓപ്ഷൻ ബി 59 വയസ്സാണ്. തമിഴ്നാട് ഗവൺമെൻറ് ജീവനക്കാരുടെ റിട്ടയർമെൻറ്റ് പ്രായം ഇപ്പോൾ 59 വയസ്സ്. നേരത്തെ അത് 58 ഇപ്പോൾ 59 ആക്കി. 28 വേൾഡ് റെഡ് ക്രോസ് ഡേ എന്നാണ്? ഓപ്ഷൻ ബി മെയ് 8-നാണ് വേൾഡ് റെഡ് ക്രോസ് ഡേ, മെയ് 8-നാണ്. റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ ആരാണ്? ഹെൻറി ഡ്യുനൻ്റ് ആണ്. റെഡ് ക്രോസിൻ്റെ സ്ഥാപകനാണ് ഹെൻറി ഡ്യുനൻ്റ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് മെയ് 8. ലോക തലസീമിയ ദിനം എന്നാണ്? മെയ് 8 തന്നെയാണ് ലോക തലസീമിയ ദിനം, മെയ് 8 തന്നെ. 29ാമത്തെ ക്വസ്റ്റ്യൻ. കൊറോണ കാലത്ത് മുഴുവൻ ജില്ലാ ആശുപത്രികളിലും വെന്റിലേറ്ററോട് കൂടിയ ബെഡുകൾ സജ്ജീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി ഉത്തർപ്രദേശാണ്. കൊറോണ കാലത്ത് മുഴുവൻ ജില്ലാ ആശുപത്രികളിലും വെന്റിലേറ്ററോട് കൂടിയ ബെഡുകൾ സജ്ജീകരിച്ച ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. എല്ലാ 75 ജില്ലാ ആശുപത്രികളിലും വെന്റിലേറ്ററോട് കൂടിയ ബെഡുകൾ സജ്ജീകരിച്ചിരുന്നു. UP ഗവർണർ ആരാണ്? ആനന്ദി ബെൻ പട്ടേലാണ്. UP ഗവർണർ ആനന്ദി ബെൻ പട്ടേൽ. UP മുഖ്യമന്ത്രി ആരാണ്? യോഗി ആദിത്യനാഥ്. ക്വസ്റ്റ്യൻ നമ്പർ 30. 2020 അന്തർദേശീയ മാതൃദിനം എന്നാണ്? ഓപ്ഷൻ എ മെയ് 10-നാണ് 2020 അന്തർദേശീയ മാതൃദിനം, മെയ് 10-ന്. അപ്പോൾ ഓരോ വർഷവും മെയ് മാസത്തിലെ 2-ാം ശനിയാഴ്ചയാണ് സാധാരണ അന്തർദേശീയ മാതൃദിനമായിട്ട് ആഘോഷിക്കുന്നത്. അതേസമയം അന്താരാഷ്ട്ര കുടുംബദിനം എന്നാണ്? മെയ് 15-നാണ് അന്താരാഷ്ട്ര കുടുംബദിനം, എല്ലാ വർഷവും മെയ് 15-ന്. 31ാമത്തെ ക്വസ്റ്റ്യൻ. വസൂരി തുടച്ചു മാറ്റപ്പെട്ട UN പ്രഖ്യാപനത്തിൻ്റെ എത്രാമത് വാർഷികമാണ് 2020 മെയ്യിൽ ആഘോഷിച്ചത്? ഓപ്ഷൻ ബി 40ാമത് വാർഷികമാണ്. വസൂരി തുടച്ചു മാറ്റപ്പെട്ട UN പ്രഖ്യാപനത്തിൻ്റെ 40ാമത് വാർഷികമാണ് 2020 മെയ്യിൽ നമ്മൾ ആഘോഷിച്ചത്. 1980 മെയ്യിലാണ് ലോകാരോഗ്യ സംഘടന വസൂരി ലോകത്തു നിന്നും തുടച്ചു മാറ്റപ്പെട്ടതായിട്ട് പ്രഖ്യാപിച്ചത്.
ഐക്യരാഷ്ട്ര സംഘടന അനുസ്മരണ സ്റ്റാമ്പും ഇതോടനുബന്ധിച്ച് ഇറക്കിയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 32. ലോക എയർപോർട്ട് അവാർഡ് സംഘാടകരായ സ്കൈ ട്രാക്സിൻ്റെ 2020 പട്ടിക പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിമാനത്താവളം ഏതാണ്? ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ലോക എയർപോർട്ട് അവാർഡ് സംഘാടകരായ സ്കൈ ട്രാക്സിൻ്റെ 2020 പട്ടിക പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്, ന്യൂഡൽഹി. തുടർച്ചയായി 8ാം വർഷവും സിംഗപ്പൂരിലെ ചാങ്കി വിമാനത്താവളമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം. സിംഗപ്പൂരിലെ ചാങ്കി വിമാനത്താവളം തുടർച്ചയായിട്ട് 8ാം വർഷം. ഇന്ത്യയിലെ മികച്ച പ്രാദേശിക വിമാനത്താവളമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? കെമ്പേഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ബംഗളൂരു ആണ് ഇന്ത്യയിലെ മികച്ച പ്രാദേശിക വിമാനത്താവളമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. കെമ്പേഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിൽ. 33ാമത്തെ ക്വസ്റ്റ്യൻ. കോവിഡ് കാല സഹായമായി മാലിദ്വീപ്, മൗറീഷ്യസ്, സീഷെൽസ്, മഡഗാസ്കർ എന്നീ രാജ്യങ്ങളിലേക്ക് മരുന്നുകളും ഭക്ഷ്യവസ്തുക്കളും എത്തിക്കുന്ന ഇന്ത്യൻ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി മിഷൻ സാഗർ എന്നതാണ്. കോവിഡ് കാല സഹായമായി മാലിദ്വീപ്, മൗറീഷ്യസ്, സീഷെൽസ്, മഡഗാസ്കർ എന്നീ രാജ്യങ്ങളിലേക്ക് മരുന്നുകളും ഭക്ഷ്യവസ്തുക്കളും എത്തിക്കുന്ന ഇന്ത്യൻ ദൗത്യത്തിൻ്റെ പേരാണ് മിഷൻ സാഗർ. ക്വസ്റ്റ്യൻ നമ്പർ 34. ഫിയർ ഓഫ് ഗോഡ് എന്ന പുസ്തകം ആരുടേതാണ്? ഓപ്ഷൻ ബി സായി ചന്ദ്രവഥൻ്റെ പുസ്തകമാണ്. ഫിയർ ഓഫ് ഗോഡ് എന്ന പുസ്തകം എഴുതിയത് സായി ചന്ദ്രവഥൻ. ക്വസ്റ്റ്യൻ നമ്പർ 35. ലോകാരോഗ്യ സംഘടനയുടെ പ്രഥമ വേൾഡ് നഴ്സിംഗ് റിപ്പോർട്ട് 2020 പ്രകാരം ലോകത്ത് നഴ്സുമാരുടെ കുറവ് എത്ര ലക്ഷമാണ്? ഓപ്ഷൻ ബി 60 ലക്ഷം നഴ്സുമാരുടെ കുറവാണ്. ലോകാരോഗ്യ സംഘടനയുടെ പ്രഥമ വേൾഡ് നഴ്സിംഗ് റിപ്പോർട്ട് 2020 പ്രകാരം ലോകത്ത് നഴ്സുമാരുടെ കുറവ് 60 ലക്ഷത്തോളം വരും. 36ാമത്തെ ക്വസ്റ്റ്യൻ. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട മൻമീത് സിംഗ് വാലിയ ഏത് സ്പോർട്സ് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ടേബിൾ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട മൻമീത് സിംഗ് വാലിയ ടേബിൾ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 37ാമത്തെ ക്വസ്റ്റ്യൻ. ഭൗമസൂചികാ പദവി ലഭിച്ച സൊഹറായ് കൊഹവാർ ആദിവാസി കലാരൂപം ഏത് സംസ്ഥാനത്തെയാണ്? ഓപ്ഷൻ എ ജാർഖണ്ഡ്. ഭൗമസൂചികാ പദവി ലഭിച്ച സൊഹറായ് കൊഹവാർ ആദിവാസി കലാരൂപം ജാർഖണ്ഡ് സംസ്ഥാനത്തിലെയാണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ. പ്രതിരോധ മേഖലയിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം 49% നിന്ന് എത്രയായാണ് കേന്ദ്ര സർക്കാർ ഈ അടുത്ത കാലത്ത് വർദ്ധിപ്പിച്ചത്? ഓപ്ഷൻ ഡി 74%. പ്രതിരോധ മേഖലയിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം 49%-ൽ നിന്ന് 74%-ആയിട്ടാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത്. കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ് കേന്ദ്ര ധനകാര്യമന്ത്രി. കേന്ദ്ര പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ് ആണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 39. വുഹാൻ ഡയറി ഡിസ്പാച്ചസ് ഫ്രം എ ക്വാറന്റൈൻഡ് സിറ്റി എന്ന പുസ്തകം ആരുടേതാണ്? ഓപ്ഷൻ ബി ഫാങ്ങിൻ്റെ പുസ്തകമാണ്. വുഹാൻ ഡയറി ഡിസ്പാച്ചസ് ഫ്രം എ ക്വാറന്റൈൻഡ് സിറ്റി എന്ന പുസ്തകം ഫാങ് എന്ന ചൈനീസ് എഴുത്തുകാരൻ്റേതാണ്. 40ാമത്തെ ക്വസ്റ്റ്യൻ. ഇസ്രായേലിൻ്റെ ആൾട്ടർനേറ്റ് പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ ബി ബെന്നി ഗാൻസ് ആണ്. ഇസ്രായേലിൻ്റെ ആൾട്ടർനേറ്റ് പ്രധാനമന്ത്രിയാണ് ബെന്നി ഗാൻസ്. അതേസമയം ഇപ്പോഴത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ആര്? ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇപ്പോഴത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിൻ്റെ ആൾട്ടർനേറ്റ് പ്രധാനമന്ത്രി ബെന്നി ഗാൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 41. അന്താരാഷ്ട്ര പ്രകാശ ദിനം എന്നാണ്? ഓപ്ഷൻ സി മെയ് 16-നാണ് അന്താരാഷ്ട്ര പ്രകാശ ദിനം. മെയ് 16-ന്. തിയോഡർ മെയ്മാൻ്റെ ലേസറിൻ്റെ വിജയകരമായ പരീക്ഷണം നടത്തിയത് 1960 മെയ് 16-നാണ്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് മെയ് 16 അന്താരാഷ്ട്ര പ്രകാശ ദിനമായിട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലേസർ കണ്ടുപിടിച്ചത് ആരാണ്? തിയോഡർ മെയ്മാനാണ് ലേസർ കണ്ടുപിടിച്ചത്. തിയോഡർ മെയ്മാൻ. 42ാമത്തെ ക്വസ്റ്റ്യൻ. കൊറോണ കാലത്ത് ചരൺ പാതുക പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ മധ്യപ്രദേശ് സർക്കാരാണ്. കൊറോണ കാലത്ത് ചരൺ പാതുക പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്.
അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നഗ്നപാതരായി മധ്യപ്രദേശ് സംസ്ഥാനത്തിലൂടെ കടന്നുപോകുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പാദുകങ്ങൾ അഥവാ ചപ്പൽസ് നൽകാനുള്ള പദ്ധതിയാണ് ചരൺ പാതുക പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 43. ഇസ്രായേൽ ഗവൺമെൻറ് ഏത് ഇസ്രായേലി നഗരത്തിലെ ഒരു സ്ട്രീറ്റിനാണ് രബീന്ദ്രനാഥ ടാഗോറിൻ്റെ പേര് നൽകിയത്? ഓപ്ഷൻ ഡി, ടെൽ അവീവിലെ ഒരു സ്ട്രീറ്റിനാണ് രബീന്ദ്രനാഥ ടാഗോറിൻ്റെ പേര് നൽകിയിരിക്കുന്നത്. ടെൽ അവീവിലെ ഒരു സ്ട്രീറ്റിനാണ് രബീന്ദ്രനാഥ ടാഗോറിൻ്റെ പേര് നൽകിയിരിക്കുന്നത്. രബീന്ദ്രനാഥ ടാഗോറിൻ്റെ 159ാമത് ജന്മവാർഷികം പ്രമാണിച്ചാണ് ഇസ്രായേൽ ഗവൺമെൻറ് രബീന്ദ്രനാഥ ടാഗോറിൻ്റെ പേര് ടെൽ അവീവിലെ ഒരു സ്ട്രീറ്റിന് നൽകിയിരിക്കുന്നത്. 44ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുന്നു, അതൊരു റെപ്പിറ്റേഷനായിപ്പോയി. 45ാമത്തെ ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനായി നിയമിതനായത് ആരാണ്? ഓപ്ഷൻ എ, ഹർഷവർദ്ധനാണ്. ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനായി നിയമിതനായത് ഹർഷവർദ്ധൻ. കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനാണ് ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനായി ഈ അടുത്ത കാലത്ത് മെയ്യിൽ നിയമിതനായത്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലാൻഡിലാണ് WHOയുടെ ആസ്ഥാനം. ജനീവ, സ്വിറ്റ്സർലാൻഡ്. 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നേപ്പാൾ അവകാശമുന്നയിക്കുന്ന കാലാപാനി, ലിംബിയാധുര, ലിപുലേഖ് പ്രദേശങ്ങൾ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻ സി, ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. നേപ്പാൾ അവകാശമുന്നയിക്കുന്ന കാലാപാനി, ലിംബിയാധുര, ലിപുലേഖ് പ്രദേശങ്ങൾ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. നേപ്പാൾ പ്രധാനമന്ത്രി ആരാണ്? KP ശർമ്മ ഒലിയാണ് നേപ്പാൾ പ്രധാനമന്ത്രി. KP ശർമ്മ ഒലി. നേപ്പാൾ പ്രസിഡന്റ് ബിദ്യാദേവി ഭണ്ഡാരിയാണ്. 47ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ഭീകരവിരുദ്ധ ദിനം എന്നാണ്? ഓപ്ഷൻ ബി, മെയ് 21-നാണ് ദേശീയ ഭീകരവിരുദ്ധ ദിനമാണ് മെയ് 21. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമാണ് മെയ് 21. ക്വസ്റ്റ്യൻ നമ്പർ 48. നബാർഡിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ, ഗോവിന്ദ രാജുലു ചിന്താലയാണ് നബാർഡ് പുതിയ ചെയർമാൻ. ഗോവിന്ദ രാജുലു ചിന്താല. സെബിയുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ ചെയർമാൻ ആരാണ്? അജയ് ത്യാഗിയാണ് സെബിയുടെ ചെയർമാൻ. അജയ് ത്യാഗി. SBIയുടെ ചെയർമാൻ ആരാണ്? രജനീഷ് കുമാറാണ് SBI ചെയർമാൻ. രജനീഷ് കുമാർ. LICയുടെ ചെയർമാൻ ആരാണ്? MR കുമാറാണ് LICയുടെ ചെയർമാൻ. MR കുമാർ. 49ാമത്തെ ക്വസ്റ്റ്യൻ, അടുത്ത കാലത്ത് മരണപ്പെട്ട ഓസ്ട്രേലിയയുടെ ആഷ്ലി കൂപ്പർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി, ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത കാലത്ത് മരണപ്പെട്ട ഓസ്ട്രേലിയയുടെ ആഷ്ലി കൂപ്പർ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മുൻ ലോക 1-ാം നമ്പർ ടെന്നീസ് താരമാണ് ഓസ്ട്രേലിയക്കാരൻ ആഷ്ലി കൂപ്പർ. 50ാമത്തെ ക്വസ്റ്റ്യൻ, 2020 മെയ്യിൽ പശ്ചിമ ബംഗാളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി, ആംഫാൻ ചുഴലിക്കാറ്റാണ്. 2020 മെയ്യിൽ പശ്ചിമ ബംഗാളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ആംഫാൻ ചുഴലിക്കാറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 51. കോവിഡ് കാലത്ത് ഏറ്റവുമധികം പരാമർശമുണ്ടായ PPE കിറ്റുകൾ. PPE കിറ്റുകളിലെ ആദ്യത്തെ P എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി, പേഴ്സണൽ എന്ന വേർഡിനെയാണ് കോവിഡ് കാലത്ത് ഏറ്റവുമധികം പരാമർശമുണ്ടായ PPE കിറ്റുകളിലെ ആദ്യത്തെ P സൂചിപ്പിക്കുന്നത് പേഴ്സണൽ. ഇപ്പോൾ PPEയുടെ ഫുൾ ഫോം എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് എന്നതാണ് PPEയുടെ ഫുൾ ഫോം. PPE കിറ്റുകളുടെ ഫുൾ ഫോം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് കിറ്റ്. ചൈനയ്ക്ക് ശേഷം ഇന്ത്യയാണ് PPE കിറ്റുകളുടെ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. ചൈനയ്ക്ക് ശേഷം ഇന്ത്യയാണ്. 52ാമത്തെ ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭ ലിസ്റ്റ് ചെയ്ത ഏറ്റവും പ്രധാന 10 ആഗോള കോവിഡ് കാല സംരംഭങ്ങളിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഖുഡോൾ ഏത് സംസ്ഥാനത്തിൻ്റേതാണ്? ഓപ്ഷൻ സി, മണിപ്പൂരിൻ്റേതാണ്. ഐക്യരാഷ്ട്രസഭ ലിസ്റ്റ് ചെയ്ത ഏറ്റവും പ്രധാന 10 ആഗോള കോവിഡ് കാല സംരംഭങ്ങളിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഖുഡോൾ മണിപ്പൂർ സംസ്ഥാനത്തിൻ്റേതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 53. കോമൺവെൽത്ത് ദിനം എന്നാണ്? ഓപ്ഷൻ ഡി, മെയ് 24-നാണ് കോമൺവെൽത്ത് ദിനം. മെയ് 24. കോമൺവെൽത്ത് ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഇംഗ്ലണ്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ ജന്മദിനമാണ് കോമൺവെൽത്ത് ദിനമായിട്ട് ആചരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ ജന്മദിനമാണ്.
ക്വസ്റ്റ്യൻ നമ്പർ 54. 2020 ഫോബ്സ് ലിസ്റ്റ് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന വനിതാ അത്ലറ്റ് ആരാണ്? ഓപ്ഷൻ എ നവോമി ഒസാക്കയാണ് 2020 ഫോബ്സ് ലിസ്റ്റ് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന വനിതാ അത്ലറ്റാണ് നവോമി ഒസാക്ക. ടെന്നീസ് പ്ലെയറാണ്, ജപ്പാൻ ടെന്നീസ് പ്ലെയറാണ്. ഈ ജപ്പാനീസ് താരത്തിൻ്റെ സമ്പാദ്യം കഴിഞ്ഞ ഒരു വർഷം എത്രയാണെന്ന് അറിയാമോ? $37.4 മില്യൺ. അതായത് ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ 280 കോടി ഇന്ത്യൻ രൂപയാണ് ഒറ്റ വർഷം കൊണ്ട് നവോമി ഒസാക്ക ഉണ്ടാക്കിയത്. ഇവർക്ക് ആകെ 22 വയസ്സ് മാത്രമേ ഉള്ളൂ. ഒറ്റ വർഷത്തിൽ ലോകത്ത് ഒരു വനിതാ താരത്തിന് ലഭിച്ച ഏറ്റവും വലിയ വരുമാനം കൂടിയാണ് ഒസാക്ക സ്വന്തമാക്കിയത്. 55-ാമത്തെ ക്വസ്റ്റ്യൻ. അന്തർദേശീയ മിസ്സിംഗ് ചിൽഡ്രൻസ് ഡേ എന്നാണ്? ഓപ്ഷൻ ഡി മെയ് 25-നാണ് അന്തർദേശീയ മിസ്സിംഗ് ചിൽഡ്രൻസ് ഡേ. മെയ് 25-ന്. ലോക തൈറോയിഡ് ദിനം എന്ന് തന്നെയാണ്. മെയ് 25-ന് തന്നെയാണ് ലോക തൈറോയിഡ് ദിനവും. മെയ് 25-നാണ്. 56-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നേവി തദ്ദേശീയമായി വികസിപ്പിച്ച PPE കിറ്റിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ബി നവരക്ഷക് എന്നാണ്. ഇന്ത്യൻ നേവി തദ്ദേശീയമായി വികസിപ്പിച്ച PPE കിറ്റിൻ്റെ പേരാണ് നവരക്ഷക്. ക്വസ്റ്റ്യൻ നമ്പർ 57. സ്പോർട്സിന് വ്യവസായ പദവി നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി മിസോറാമാണ്. സ്പോർട്സിന് വ്യവസായ പദവി നൽകിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മിസോറാം. 58-ാമത്തെ ക്വസ്റ്റ്യൻ. പതഞ്ജലി ഉൽപ്പന്നങ്ങളുടെ ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ ഓർഡർ മീ എന്നതാണ്. പതഞ്ജലി ഉൽപ്പന്നങ്ങളുടെ ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ഓർഡർ മീ. 59-ാമത്തെ ക്വസ്റ്റ്യൻ. 2019 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥ ആരാണ്? ഓപ്ഷൻ ഡി മേജർ സുമൻ ഗവാനിക്കാണ് 2019 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. മേജർ സുമൻ ഗവാനിക്ക് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരിക്ക് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. 60-ാമത്തെ ക്വസ്റ്റ്യൻ. ദി ഇക്കബോഗ് എന്ന കുട്ടികളുടെ പുസ്തകം ആരുടേതാണ്? ഓപ്ഷൻ ബി JK റൗളിങ്ങിൻ്റെ പുസ്തകമാണ്. ദി ഇക്കബോഗ് എന്ന കുട്ടികളുടെ പുസ്തകം JK റൗളിങ്ങിൻ്റേത്. JK റൗളിങ്ങിനെ നമുക്കറിയാം ഹാരി പോട്ടർ സീരീസുകളുടെ കർത്താവാണ് JK റൗളിംഗ്. ഹാരി പോട്ടർ സീരീസുകളുടെ കർത്താവാണ് JK റൗളിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 61. കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി ആര്? ഓപ്ഷൻ സി ബിശ്വാസ് മേത്തയാണ്. കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയാണ് ബിശ്വാസ് മേത്ത. ക്വസ്റ്റ്യൻ നമ്പർ 62. കേരളത്തിൽ DGP സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത ആരാണ്? ഓപ്ഷൻ എ R ശ്രീലേഖയാണ്. കേരളത്തിൽ DGP സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ് R ശ്രീലേഖ. കേരള പോലീസിലെ ആദ്യ വനിതാ IPS ഓഫീസർ ആര് തന്നെയാണ്? R ശ്രീലേഖ തന്നെയാണ്. കേരള പോലീസിലെ ആദ്യ വനിതാ IPS ഓഫീസറാണ് R ശ്രീലേഖ. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലാണ് അവർ DGP ആകുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത കാലത്ത് മരണപ്പെട്ട അജിത് ജോഗി ഏത് സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു? ഓപ്ഷൻ സി ഛത്തീസ്ഗഡിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. അടുത്ത കാലത്ത് മരണപ്പെട്ട അജിത് ജോഗി ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്നു.